ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലിന്റെ കുപ്പിയൊക്കെ കഴുകിയെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അല്ലേ. അപ്പൊ ഞാനിപ്പോ കഴുകിയെടുക്കുമ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. പൊതുവെ ഇതുപോലുള്ള ഓയിൽ കുപ്പികളൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കാറ്. ഇതുപോലെ കഴുകിയെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ക്ലീൻ ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പൊതുവെ ഇതുപോലുള്ള കുപ്പികളൊക്കെ കഴുകിയെടുക്കാറെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ട് 1 ടേബിൾ സ്പൂണോളം അരി ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ടേക്ക് നമ്മൾ ഏതാണോ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആ ഒരു കുപ്പിയുടെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിന്റെ അടപ്പിട്ടതിന് ശേഷം ഈ ഒരു കുപ്പി നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. ഇനി ഒരു സോപ്പ് വെള്ളം ഒഴിച്ചു കളഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇത് ഓയിൽ കുപ്പി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു എണ്ണമയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഈ ഒരു ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ എണ്ണമയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇനി ഇതുപോലുള്ള കുപ്പികളിൽ, അതായത് വായുവട്ടം വളരെ കുറഞ്ഞ കുപ്പികളിലൊക്കെ നമ്മൾ ഓയിൽ ഫിൽ ചെയ്യുന്ന ടൈമിൽ ഓയിലൊക്കെ പുറത്തേക്ക് തൂങ്ങിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ചിരട്ട ഉണ്ടല്ലോ, ആ ഒരു ചിരട്ട മാത്രം മതി. ഇപ്പൊ ഞാൻ ഈ ഒരു ചിരട്ടയുടെ മുകളിലായിട്ട് തുളയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിരട്ട നമ്മുടെ കുപ്പിയുടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതാണോ ഓയിൽ ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ഓയില് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കിട്ടുകയും ചെയ്യും. പുറത്തൊന്നും തൂങ്ങിപ്പോവുകയില്ല കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കുപ്പികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കവറൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ. അപ്പൊ ഇതുപോലുള്ള കവറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി വലിച്ചെറിഞ്ഞൊന്നും കളയണ്ട, നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു കവറിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു പീസിനെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അതിലോട്ട് നടുവിലായിട്ട് സ്റ്റേപ്ലർ അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിനെ റൗണ്ടിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കളയാൻ പാടില്ല, ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ചുറ്റുമായിട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് ആ ഒരു റൗണ്ട് ചുറ്റുമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അത്രേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അതിന്റെ ഓരോ ലെയറും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പിന്നെ കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരಸಿ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു നൂൽക്കമ്പിയാണ്. ഇനി ഒരു നൂൽക്കമ്പിയുടെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ വളച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് വളച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത എല്ലാ നൂൽക്കമ്പികളും ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്ലവറിലോട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു നൂൽക്കമ്പി അതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ആ ഒരു നൂൽക്കമ്പി കാണാതിരിക്കാനായിട്ട് ഇതുപോലുള്ളൊരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രീൻ ടാപ്പ് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അതായത് ത്രെഡ് ഹൗസ് പോലുള്ള ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടുന്ന് കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഗ്രീൻ ടാപ്പ് ഒക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ലീഫ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിൽ, അതായത് ത്രെഡ് ഹൗസ് പോലുള്ള ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഒരു ലീഫ് ഞാൻ ഒരു ഗ്രീൻ കളർ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നൂല് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ ഒരു ഗ്രീൻ കളർ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഒക്കെ ഈ ഒരു ലീഫ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ ഒക്കെ ഇതുപോലെ പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയത് നേരത്തെ കാണിച്ചിട്ടുള്ള 3 കവർ വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലുള്ള കവറൊക്കെ നമുക്ക് ഒത്തിരി കിട്ടാറുണ്ട് അല്ലെ. ഇതുപോലുള്ള പല കളറിലുള്ള കവറൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ജീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജീൻസിന്റെ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ടിന്നാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ജീൻസിന്റെ പീസ് നമുക്ക് ഈ ഒരു ടിന്നിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ജീൻസ് ഈ ഒരു ടിന്നിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ആ തുണി ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് താഴ്ത്തി കൊടുക്കുകയാണ്. നമ്മൾ ഉൾഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ നേരത്തെ എടുത്ത ജീൻസിൽ തന്നെ റൗണ്ടിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് പീസ് ഉൾഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ടിന്നിന്റെ ഭാഗം കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള റൗണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അടിഭാഗത്ത് കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ഇരുന്നോളും. ഇപ്പൊ ഞാൻ ഉൾഭാഗത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിന്റെ പുറം ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലുള്ള ഫ്ലവർ കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെന്ന്, പെൻസിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ലൊരു പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ കിച്ചണിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ വാഷ് ചെയ്ത ഉടനെ ഇടാതെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കിച്ചണിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇത് നല്ലൊരു ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്ലവർ ഇതിലോട്ട് വെച്ചു കൊടുത്തതാണ്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്ലവറൊക്കെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വീട്ടിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അത് മാത്രമല്ല, നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.